ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം നാളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത് AR റഹ്മാൻ സംഗീതം നൽകിയ ആടുജീവിതം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി. ബോളിവുഡ് ചരിത്രത്തിൽ ഇന്നുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ചെലവേറിയ സിനിമ കൂടിയായ ദി ഗോട്ട് ലൈഫ് എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം വർഷങ്ങളെടുത്ത് പൂർത്തീകരിച്ച സിനിമ കൂടിയാണ്. ഏകദേശം 2008 മുതലാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഘട്ടം മുതലുള്ള വർക്കുകൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നീണ്ട ഒരുപാട് നാളത്തെ പ്രയത്നത്തിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബ്ലസിയുടെ ആടുജീവിതം തിയേറ്ററുകളിലെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുമെന്ന നിലവിൽ നാം കരുതുന്നില്ല. സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത് പ്രകാരം സിനിമ എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. എക്സലന്റ് സിനിമ എന്നൊരു അഭിപ്രായമെല്ലാം തന്നെ കമലഹാസൻ പറയുമ്പോൾ ഒരിക്കലും പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമ നാളെ മോശം അഭിപ്രായങ്ങളെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുമെന്ന് ആരും തന്നെ കരുതുന്നില്ല. മണിരത്നം ഉൾപ്പെടെ ഒട്ടനേകം സംവിധായകരെയും ഫിലിം മേക്കേഴ്സിനെയും സിനിമ കാണിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തു നിന്നും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ പോലെ തന്നെ റെഗുലർ ഷോ റിപ്പോർട്ടും പോസിറ്റീവിൽ കുറഞ്ഞതൊന്നും തന്നെ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലെ GCC രാജ്യങ്ങളിലെ സിനിമ റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രൈസിലെ കളക്ഷൻ ഇപ്പോൾ തന്നെ 6 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഫൈനൽ പ്രൈസിലെ 3.5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ മാത്രം ബുക്ക് മൈ ഷോയിൽ 9,000-ൽ പരം ടിക്കറ്റുകളാണ് റിലീസ് ചെയ്യാത്ത ആടുജീവിതം എന്ന സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ കമലഹാസനും സൂര്യയ്ക്കും ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ നിലവിലെ കടുത്ത ഒരു ഫ്രണ്ട് നോക്കി പറയാവുന്ന പ്രഭാസിന്റെയും ആശംസയും സപ്പോർട്ടെല്ലാം തന്നെ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ആടുജീവിതം റിലീസിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ ഷൂട്ടിങ്ങിന് വേണ്ടി പ്രയണിച്ചതുപോലെ തന്നെ പാൻ ഇന്ത്യൻ പ്രൊമോഷന് വേണ്ടിയും നല്ല രീതിയിൽ പ്രയണിച്ചിട്ടുണ്ട്. എല്ലാത്തിനുമുള്ള റിസൾട്ട് നാളെ ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കാം. ഇനി സിനിമയുടെ ആദ്യ പ്രദർശന സമയം, ഒപ്പം തന്നെ സിനിമയുടെ ഡ്യൂറേഷൻ, ഒപ്പം തന്നെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ എത്ര മണിക്ക് വരും തുടങ്ങിയ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നാളെ മാർച്ച് 28-ന് കേരളത്തിൽ സിനിമയുടെ ആദ്യ പ്രദർശനം രാവിലെ 10 മണിക്കായിരിക്കും ആരംഭിക്കുക. 2 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമായിരിക്കും ആടുജീവിതം എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരിക. കേരളം ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടും മികച്ച റിലീസോടെ എത്തപ്പെടുന്ന ആടുജീവിതം എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ഒരു സർവൈവൽ ത്രില്ലർ അഡ്വഞ്ചർ ഡെസേർട്ട് ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദി ഗോട്ട് ലൈഫിന് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പൃഥ്വിരാജിന്റെയും ബ്ലസിയുടെയും ദിവസമായി മാറട്ടെ. മാർച്ച് 28 എന്ന് ആശംസിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ആടുജീവിതം വാർത്തകൾ കേട്ട്.